എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെ hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വേറൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ നിലവിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിക്കുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് വ്യൂ പ്രോസ്പെക്ടസ്, സ്കൂൾ വൈസ് വേക്കൻസീസ്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ്, കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ്, അതുപോലെ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ്, അതുപോലെ സ്കൂൾ വൈസ് വേക്കൻസീസ് MRS, അതുപോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്സായിട്ടുള്ള മാസം ഇവ തെറ്റിയിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് ലിങ്ക് മുഖേന ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ മുമ്പ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയിലേക്ക് പുതിയ അപേക്ഷയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ ഒരു തെറ്റുകളൊന്നും ഇല്ലാതെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് മുഖേന ലോഗിൻ ചെയ്യുന്ന സമയത്ത് OTP ചോദിക്കും. അപ്പോൾ ആ ഒരു OTP കൊടുത്ത് അതിനുശേഷം റിന്യൂ ആപ്ലിക്കേഷൻ ലിങ്ക് മുഖേനയാണ് ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് പരിശോധിച്ച് തെറ്റുകളൊക്കെ തിരുത്തിയ ശേഷം വേണ്ട ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. അപ്പോൾ ഇതുവരെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഇതിലേക്ക് കൂടി അപേക്ഷിക്കുക. അതായത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് മുഖേന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അപേക്ഷയിൽ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് മുഖേനയാണ് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ പുതുക്കുകയാണ് ചെയ്യേണ്ടത്. പുതുക്കുക എന്ന് പറയുമ്പോൾ അപേക്ഷയിലെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് സ്കൂൾ ഓപ്ഷൻസ് കൊടുക്കുക. ഇത്രയും മാത്രമാണുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഓരോ സ്കൂളിലും വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം. വേക്കൻസി അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം സ്കൂൾ വൈസ് വേക്കൻസീസ്, ഇത് മെറിറ്റ് സീറ്റിൻ്റെതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അതായത് സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതെ നിങ്ങളുടെ അപേക്ഷ പുതുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന ജില്ല ഏതാണ് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിൽ ഓരോ സ്കൂളിലും വിവിധ വേക്കൻസീസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും, ഇവിടെ ചില സ്കൂളിൽ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ ജെൻഡർ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ആ ഒരു ഗേൾസ് ഉള്ളിടത്ത് ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ആൺകുട്ടികൾക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടെ എല്ലാവർക്കും, അതായത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അപേക്ഷിക്കാവുന്നതാണ്. കോ എഡ്യൂക്കേഷൻ അങ്ങനെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ചില സ്കൂൾ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ബോയ്സ് സ്കൂളാണ് എങ്കിൽ അവിടെ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ നിങ്ങൾ കാണാം ഒരു സ്കൂൾ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്, അത് ബോയ്സിന് മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോ എഡ്യൂക്കേഷനിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ ഗേൾസ് സ്കൂളാണെങ്കിൽ ഗേൾസിന് മാത്രം, ബോയ്സ് സ്കൂളാണെങ്കിൽ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതായത് ഒരു സ്കൂൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ഉണ്ടാകും, എന്നാൽ ചിലപ്പോൾ അവിടെ ഒറ്റ വേക്കൻസി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ വെക്കാൻ പറ്റത്തില്ല. അതേസമയം അവിടെ ഏതെങ്കിലും കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ സ്കൂളിൻ്റെ നേരെയും ഇതേ രീതിയിൽ ജനറൽ സീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇയവ തിയ ബില്ലാവ, അതായത് ETB വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ സീറ്റ് ഉണ്ടാവും, അതുപോലെ SC വിഭാഗത്തിൽ ഉണ്ടാവും, ST വിഭാഗത്തിൽ ഉണ്ടാവും. ഇങ്ങനെ പല വിഭാഗത്തിലും സീറ്റ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിതിൽ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് ഏതൊക്കെ സീറ്റാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജനറൽ സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം, അതായത് ജനറൽ സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ജനറൽ സീറ്റിൽ തന്നെ നിങ്ങൾക്ക് ഓരോ സ്കൂളിലും ചിലപ്പോൾ കൊമേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബയോളജി സയൻസ് ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ആ ഒരു
കോഴ്സുകളിൽ വാക്കൻസി ഉണ്ടാവും. അപ്പോൾ ജനറൽ സീറ്റിൽ എല്ലാവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് SC ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജനറൽ സീറ്റിലേക്കും അപേക്ഷിക്കാം, അതുപോലെ തന്നെ SC വിഭാഗത്തിൻ്റെ സീറ്റിലേക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ തന്നെയല്ലേ ഓപ്ഷൻ കൊടുക്കുന്നത് എന്നുള്ളതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകളല്ലേ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലേക്കാണോ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിലൊക്കെ വാക്കൻസി ഉണ്ടോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾക്കൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾക്ക് വാക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അതായത് ആ സ്കൂളിൻ്റെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ വേണ്ടത് അവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിന് കോഡും പേരും കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് അത് ലിസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പറിൽ എനിക്കിപ്പോൾ ഈ ഒരു സ്കൂൾ വേണം, അത് 10, 12 എന്നുള്ള കോഡുള്ള ആ ഒരു സ്കൂൾ വേണം. അതുപോലെ തന്നെ 10, 10 ഉള്ള ആ ഒരു സ്കൂളും വേണം. ഇവിടെ 10, 11 അവിടെ വാക്കൻസി ഇല്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് അത് ഇതിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ വാക്കൻസി ഉള്ള ആ ഒരു സ്കൂളുകൾ നോക്കിയിട്ട് നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രയോറിറ്റി, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആദ്യം എല്ലാ സ്കൂളും ഏതൊക്കെ സ്കൂളിൽ ബയോളജി സയൻസ് ഉണ്ടോ അതനുസരിച്ച് എല്ലാ സ്കൂളും ബയോളജി സയൻസ് വെക്കുക. അതുപോലെ പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഏതൊക്കെ സ്കൂൾ വാക്കൻസി ഉണ്ടോ കമ്പ്യൂട്ടർ സയൻസ് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ഉണ്ടെങ്കിൽ കൊമേഴ്സ് വെക്കുക. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസിന് കൂടി ലാസ്റ്റോട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആദ്യം ഏതിലേക്കാണ് പരിഗണിക്കുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബയോളജി സയൻസാണ് ഫസ്റ്റ് എല്ലാ സ്കൂളും വെച്ചത്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസാണ് വെച്ചത്, പിന്നീട് കൊമേഴ്സാണ്, പിന്നീട് ഹ്യൂമാനിറ്റീസാണ് വെച്ചതെങ്കിൽ ആദ്യം നിങ്ങളെ ബയോളജി സയൻസിൽ വെച്ച എല്ലാ സ്കൂളിലേക്കും പരിഗണിച്ച ശേഷം അതിൽ കിട്ടില്ല എങ്കിൽ പിന്നീട് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പരിഗണിക്കും. ഇനി അതിലും കിട്ടിയിട്ടില്ല എങ്കിൽ കൊമേഴ്സിലേക്ക് പരിഗണിക്കും. പിന്നീട് അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് പരിഗണിക്കും. ഇങ്ങനെ ഹ്യൂമാനിറ്റീസിൽ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തരും. അതേസമയം നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എത്തിയപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരികയാണെങ്കിൽ പിന്നീട് ഇതിന് താഴേക്ക് പോകില്ല. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൽ ഏത് സ്കൂളിലാണ് കിട്ടിയത് അതിനനുസരിച്ച് അവിടേക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസിലാണ് കിട്ടാൻ സാധ്യതയുള്ളതെങ്കിൽ ആ ഒരു ബയോളജി സയൻസിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ തരാൻ പറ്റുന്നത് അവിടെ തന്ന ശേഷം അവിടെ നിന്ന് ആ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പിന്നീട് നൽകുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം ബയോളജി സയൻസിലേക്ക് അവിടെ അഡ്മിഷൻ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് തന്നു, അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങളോട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സ്കൂളിലേക്കും, അതായത് നിങ്ങൾ സ്കൂളിൻ്റെ ജെൻഡറും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ആ ഒരു സ്കൂളും ആയിരിക്കണം. സ്കൂൾ ജെൻഡർ എന്ന് പറയുമ്പോൾ ഗേൾസ് ബോയ്സ് അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ ഉണ്ട്. കോ എഡ്യൂക്കേഷൻ എല്ലാവർക്കും അപേക്ഷിക്കാം. ഗേൾസ് ആണെങ്കിൽ ഗേൾസിന് മാത്രം, ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഗേൾസിനും അപേക്ഷിക്കാം, അതുപോലെ ബോയ്സിനും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മറ്റ് ജില്ലയിലേക്ക് അപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ആ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സ്കീം, SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ പാസ്സായ മാസം എന്നിവ തെറ്റിയ വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം ഇവിടെ സ്കീം സെലക്ട് ചെയ്യേണ്ടാവും. ഇവിടെ SSLC 2024-25 എന്നുള്ളതാണ് ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മുൻ വർഷങ്ങളിലാണെങ്കിൽ 2007-24 അപ്പോൾ ഞാൻ ഈ വർഷം പാസ്സായതായത് കൊണ്ട് ഞാൻ 2024-25 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ വർഷം SSLC പാസ്സായതാണെങ്കിൽ 2024-25, CBSE ICSE ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ SSLCയുടെ റിസൾട്ടിൽ കറക്റ്റായിട്ടുണ്ടാകും ഏതാണ് സ്കീം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ പേര് 2 പ്രാവശ്യം കാൻഡിഡേറ്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ പേര് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ വരും. അതുപോലെ തന്നെ അതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് രണ്ടും കറക്റ്റാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. അതേസമയം അത് എന്തെങ്കിലും സ്പെല്ലിങ്ങോ മറ്റോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ എറർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ് എന്നിവ അത് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കും സെയിം മൊബൈൽ നമ്പർ. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ആപ്ലിക്കേഷൻ മോഡ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സെൽഫ് സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും, അതാണ് ക്യാപ്ച. അത് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ സെൻഡ് OTP ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾ ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വെക്കണം, അത് പിന്നീട് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പാസ്വേഡ് 8 ക്യാരക്ടർ വേണം, അതിൽ കുറവാണെങ്കിൽ എറർ വരും. അപ്പോൾ വീണ്ടും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
അടുത്ത പേജിൽ നിങ്ങൾക്കൊരു പച്ച കളറിൽ ഒരു പേജ് വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ ഏതാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണെന്നുള്ളത് അവിടെ കാണും. അത് നിങ്ങൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടതാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പിന്നീട് റിക്കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നിലവിൽ അതിനുള്ള ഓപ്ഷൻ വെബ്സൈറ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണോ അത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. കാരണം മറന്നുപോയാൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ പേപ്പറിൽ എഴുതി വെക്കുക, അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയും ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല, ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ കൊടുത്തത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ വേറെ ജില്ലയിലേക്ക് കൂടി സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ലയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഏത് ജില്ലയിലാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ വരും. ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇഷ്യൂ ഇല്ലെങ്കിലും ചിലപ്പോൾ അത് ഫുള്ളായിട്ട് പോയിട്ട് ഇതേപോലെ തന്നെ പേജ് വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്വേഡിൻ്റെ ചിലപ്പോൾ പാസ്വേഡ് എറർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജ് നിങ്ങളുടെ പ്രൊഫൈൽ പേജാണ്. പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ നേരത്തെ തയ്യാറാക്കിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും സ്കൂളോ കോഴ്സോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ വേക്കൻസി ഇല്ലാതെ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യപ്പെടുന്നതല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സേവ് ചെയ്യപ്പെടുള്ളൂ. അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ബയോളജി, പിന്നീട് എല്ലാ സ്കൂളിലും ബയോളജി കൊടുക്കുക. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസുള്ള എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. പിന്നീട് കൊമേഴ്സ് കൊടുക്കുക, പിന്നീട് ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. ഈ ഒരു രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓപ്ഷൻസ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് പോലെ കാണിക്കും. എന്ത് എഡിറ്റ് ചെയ്താലും നിങ്ങളത് കൺഫർമേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അവിടെ കാണാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് തിരുത്തുക. കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ താലൂക്ക് ഇതൊക്കെ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ താലൂക്കോ അങ്ങനെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ 2 പ്രാവശ്യമെങ്കിലും പരിശോധിക്കുക. ഇങ്ങനെ നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അതുപോലെ EWS ഉണ്ടെങ്കിൽ മാത്രമേ യെസ് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഗ്രേഡ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും, അതും സബ്മിറ്റ് ചെയ്യുക. CBSE വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ അപേക്ഷയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അത് കറക്റ്റാണോ നോക്കി സബ്മിറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജ് വരും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു പേജ് ഉണ്ടാവുക. അതായത് ഇവിടെ ലാസ്റ്റ് എന്നാണ് ഉണ്ടാവുക, അതായത് 1 by 1 ആയിട്ട് ഓപ്ഷൻ സേവ് ചെയ്യാനായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ടാവും. സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫോൺ വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പുറത്ത് തൊട്ടാൽ മതി. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ കോഡ് കൊടുത്ത ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. എന്നാൽ അതിൽ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ബയോളജി ആദ്യം കൊടുക്കുക. ആ ഈ ഒരു രീതിയിൽ ആദ്യം ബയോളജി സയൻസ് കൊടുക്കുക, അതിനുശേഷം അത് സേവ് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്കൂൾ കോഡ് കൊടുക്കുക. അവിടെ ബയോളജി സയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ബയോളജി സയൻസ് ഇല്ലെങ്കിൽ അടുത്ത സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ബയോളജി സയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ ആദ്യം ബയോളജി സയൻസ് എല്ലാ സ്കൂളിലേക്കും കൊടുത്ത ശേഷം പിന്നീട് മാത്രം കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. പിന്നീട് കൊമേഴ്സ് ഉള്ള സ്കൂളിൽ കൊമേഴ്സ് കൊടുക്കുക. ഹ്യൂമാനിറ്റീസ് ഉള്ള സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ആദ്യം ബയോളജി സയൻസ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ പിന്നീട് കൊമേഴ്സ്, പിന്നീട് ഹ്യൂമാനിറ്റീസ്, ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്കൂൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ആദ്യം കൊടുക്കുന്ന എല്ലാ സ്കൂളും ഈ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജി സയൻസ്, അതുപോലെ പിന്നീട് രണ്ടാമത് കൊടുക്കുന്ന എല്ലാ സ്കൂളിലും
കമ്പ്യൂട്ടർ സയൻസ്, പിന്നീട് എല്ലാ സ്കൂളും കൊമേഴ്സ്, അതുപോലെ പിന്നീട് എല്ലാ സ്കൂളും ഹ്യൂമാനിറ്റീസ്, ഈ ഒരു രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് സയൻസ് പഠിക്കാനൊന്നും താല്പര്യമില്ല, അപ്പോൾ ഞാൻ അത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് സെക്കൻഡ് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാൻ പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു കോഴ്സിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നീട് ട്രാൻസ്ഫറായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ബയോളജി സയൻസ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാം. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കിട്ടിയവർക്ക് ബയോളജി സയൻസിലേക്ക് മാറണമെങ്കിൽ അങ്ങനെയൊക്കെ മാറാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് മാറാം. നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസൊക്കെ താഴെ ലിസ്റ്റഡ് ആയിട്ട് 1 by 1 ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൻ്റേത് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെ ഇതുപോലെ 2 റൗണ്ട് കാണാൻ പറ്റും. അതിൽ ഒന്ന് ടിക്ക്, അതായത് ടിക്ക് മാർക്കല്ല, അതൊരു ഇൻറ്റു മാർക്കായിരിക്കും. വേറെ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും, ഒരു പെൻസിൽ ഐക്കൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതിൽ ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ ആ ഒരു ബോക്സിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളും കോഴ്സും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന ശേഷം നിങ്ങൾ അവസാനം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിൻ്റെ പേജായിരിക്കും. അവിടെ നിങ്ങൾക്ക് അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, അത് ബോണസ് പോയിന്റ്, അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ഓളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് പ്രിവ്യൂ പേജ് എത്തും. പ്രിവ്യൂ പേജിൽ നിങ്ങൾ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാകും. അപ്പോൾ ഓരോ ഡീറ്റെയിൽസിൻ്റെ നേരം എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, എഡിറ്റ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ എഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡിറ്റ് ഗ്രേഡ് ഡീറ്റെയിൽസ്, ഇതുപോലെ പല ഓരോ ഡീറ്റെയിൽസിൻ്റെ നേരം ആ ഒരു രീതിയിൽ ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും വിവരങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ 2-3 പ്രാവശ്യം നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു തെറ്റും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അതേസമയം തെറ്റുണ്ട് എങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പേജിൽ പോവുക, അവിടെ നിന്ന് എഡിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് പോലെ തന്നെ സബ്മിറ്റ് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രിവ്യൂ പേജിൽ വീണ്ടും എത്തുക. അപ്പോൾ വീണ്ടും ഒരു 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും പഞ്ചായത്തോ അല്ലെങ്കിൽ നിങ്ങളെ കാസ്റ്റ്, കാറ്റഗറി, റിലീജൻ ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വീണ്ടും തിരുത്തിയെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പാണെങ്കിൽ, അതായത് ഇനി പുതിയ ഓപ്ഷൻസോ പുതിയ സ്കൂളോ കോഴ്സോ ആഡ് ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം അടിയിൽ ഡിക്ലറേഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം ഐ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, ഇന്ന വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ, അതായത് നിങ്ങളുടെ പേരുണ്ടാകും, നിങ്ങളുടെ പാരൻ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും സത്യസന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അതിനാണ് നിങ്ങൾ അവിടെ ടിക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ ഉണ്ടാകും. അപ്പോൾ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ വീണ്ടും തിരുത്തിയ ശേഷം പിന്നീട് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പേജ് ചിലപ്പോൾ ബാക്ക് അടിഞ്ഞിട്ട് പോയേക്കാം. അപ്പോൾ ബാക്ക് അടിഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുക. ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ OTP നേരത്തെ ചോദിച്ചതുപോലെ ചോദിക്കും. അപ്പോൾ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. വീണ്ടും പ്രൊഫൈൽ പേജിൽ പോകും. അപ്പോൾ അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ഓൺലൈൻ അങ്ങനെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് അടുത്ത നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് വരും. അപ്പോൾ അതിൽ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്മിറ്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവസാനം പ്രിവ്യൂ പേജിലേക്ക് വരിക. പ്രിവ്യൂ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ബാക്ക് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് മാറിപ്പോയിട്ടുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഒരു 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്ത് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇനി വരുത്തേണ്ടതില്ല, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടതില്ല, എല്ലാ വിവരങ്ങളും ശരിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിക്ലറേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള പേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു PDF-ൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കാണാൻ പറ്റും. അപ്പോൾ ചില PDF, അതായത് ചില ബ്രൗസറുകളിൽ നിങ്ങൾക്ക് നേരിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. എന്നാൽ ഗൂഗിൾ ക്രോം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് സൈഡിലായിട്ട് ഇതുപോലെ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എയറോ സിമ്പിൾ, അത് താഴോട്ടേക്കുള്ള ഇതുപോലുള്ള ഒരു എയറോ സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എയറോ സിമ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു PDF ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഗൂഗിൾ ക്രോമിലൊക്കെ ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡൗൺലോഡ് ചെയ്യുക. മുമ്പൊക്കെ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഡൗൺലോഡ് ആയിട്ട് വരികയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ അത് നമ്മൾ തന്നെ മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ സൈഡിലുള്ള 3 ഡോട്ട്സ് ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക്
താഴേക്കുള്ള ഒരു എറോ സിമ്പിൾ, ആ ഒരു PDF ഓപ്പൺ ചെയ്ത ശേഷം താഴേക്കുള്ള ഒരു എറോ സിമ്പിൾ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF നിങ്ങളുടെ ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക, അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ മോസില്ല ഫയർഫോക്സ് ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ PDF ഓപ്പൺ ചെയ്താൽ ഇവിടെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാൽ ക്രോമിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഗൂഗിൾ ക്രോമിൽ ആ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവില്ല. ആ ഒരു PDF ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ടേക്കുള്ള എറോ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്യുക, അതായത് നിങ്ങളുടെ പേജ് ലോഗ് ഔട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാം യുവർ ആപ്ലിക്കേഷൻ ഹാസ് ഫൈനലി സബ്മിറ്റഡ്, ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ കൺസിഡർഡ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പച്ച കളറിലായിരിക്കും അവിടെ കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതായത് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്തു, അതായത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതായത് എങ്ങനെയാണ് ആ ഒരു പേജ് ഉണ്ടാവുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പേജ് ഇതുപോലെയാണ് ഉണ്ടാവുക, അതായത് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്, പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി, അതായത് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിന് പരിഗണിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതേസമയം ഇതിന് പകരം ഒരു ചുവപ്പ് കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡ് അല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് റിന്യൂ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അത് ഫൈനലായിട്ട് ആക്ച്വൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി വേണ്ട ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കൺഫർമേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു രീതിയിൽ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.